എല്ലാവർക്കും PSC സഹായിലോട്ട് സ്വാഗതം. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സർക്കാർ പദ്ധതികളെക്കുറിച്ച്. നമുക്കിന്ന് സർക്കാർ പദ്ധതികളെക്കുറിച്ച് നോക്കാം. റോഡ് അപകടത്തിൽ പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി കനിവ് 108. ഇത് നമുക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണല്ലേ. റോഡ് അപകടത്തിലൊക്കെ പെടുന്നവരെ കനിവുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. റോഡ് അപകടത്തിൽ പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കേരള സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് കനിവ് 108. മുതിർന്ന പൗരന്മാർക്ക് മരുന്നും മറ്റ് വസ്തുക്കളും വീട്ടിലെത്തിക്കുന്ന പദ്ധതി കാരുണ്യ അറ്റ് ഹോം. ഇത് നമുക്ക് എങ്ങനെ ഓർത്തു വയ്ക്കാം? മുതിർന്ന പൗരന്മാരാകുമ്പോൾ അവരെന്തായാലും വയസ്സായ ആൾക്കാരായിരിക്കും. അവർക്ക് എന്തായാലും നടക്കാനും പോകാനും വരാനും ഒന്നും കഴിയത്തില്ല. ഇച്ചിരി കാരുണ്യം ഉള്ളവർക്കേ അവരെ സഹായിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ. അപ്പം അവരെ മരുന്നും കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നതാണ് കാരുണ്യ അറ്റ് ഹോം. അതുപോലെ ഇനി കാരുണ്യ പദ്ധതി എന്ന് വെച്ചാൽ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഇന്ത്യയിലെ കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ. സാക്ഷം പദ്ധതി ആരംഭിച്ച വർഷം 2014. കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി ആവാസ്. ഇത് നമുക്ക് എങ്ങനെ ഓർമ്മിച്ച് വയ്ക്കാം? എല്ലാവർക്കും ആവാസം വേണം അല്ലേ. പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും എല്ലാവർക്കും ആവാസമുണ്ട്. ആവാസം എന്ന് വെച്ചാൽ വീട് അല്ലേ. കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി അവർക്കൊരു വീടാണ് ആവാസ്. ഓക്കെ, അങ്ങനെ ഓർത്തു വയ്ക്കുക. അടുത്തത് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ നല്ല ശൗചാലയങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടോ. ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ജോലി ചെയ്യുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക് എടുക്കും അല്ലേ. അപ്പോൾ ഈ ബ്രേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ പോകണം. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ നല്ല ശൗചാലയങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. അടുത്തത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ 5 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് തൊഴിൽ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതി നോളജ് ഇക്കോണമി മിഷൻ. ഏതാണ്? നോളജ് ഇക്കോണമി മിഷൻ. അടുത്തത് കുട്ടികളുടെ സാമൂഹിക മികവ് ഉയർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സഹിതമാണ് കേട്ടോ. സഹിതം. കുട്ടികളുടെ സാമൂഹിക മികവ് ഉയർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹിതം. ഓക്കെ. ഈ ഹൃദ്യം പദ്ധതി എന്താണെന്ന് അറിയാമോ? ഹൃദ്യം പദ്ധതി എന്ന് വെച്ചാൽ ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം. ഓക്കെ. ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം. അടുത്തത് താലോലം പദ്ധതി. താലോലം പദ്ധതി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. PSC പഠിക്കുന്ന എല്ലാവരും നോക്കുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ സഹായം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് താലോലം. എങ്ങനെയാണ്? കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ സഹായം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് താലോലം. ഓക്കെ. അടുത്തത് മികവും കൂടെ നോക്കിയിട്ട് പോവാം. മികവ് പദ്ധതി എന്താണെന്ന് അറിയാമോ? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക് വിഷയങ്ങളിൽ പ്രത്യേക പരിശീലനം നൽകുന്നതിന് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് മികവ്. എങ്ങനെയാണ്? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക് വിഷയങ്ങളിൽ പ്രത്യേക പരിശീലനം നൽകുന്നതിന് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് മികവ്. അടുത്തത് കേരള സാമൂഹിക സന്നദ്ധ സേന ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? കേരള സാമൂഹ്യ സന്നദ്ധ സേന ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തത് ടൊവിനോ തോമസിനെയാണ് കേട്ടോ. ടൊവിനോ തോമസ്. നമുക്ക് കുറച്ച് പദ്ധതികളും അതിൽ ആരൊക്കെയാണ് അംബാസഡർമാരായി ഇരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. കേരള സർക്കാരിൻ്റെ തൊഴിൽ നൈപുണ്യ വികസന അംബാസഡർ മഞ്ജു വാര്യർ. കേരള സർക്കാരിൻ്റെ തൊഴിൽ നൈപുണ്യ വികസന അംബാസഡർ മഞ്ജു വാര്യർ. കേരള ആയുർവേദ അംബാസഡർ സ്റ്റെഫി ഗ്രാഫ്. ടെന്നീസ് താരമാണ് കേട്ടോ. കേരള ആയുർവേദ അംബാസഡർ സ്റ്റെഫി ഗ്രാഫ്. മെയ്ക്ക് ഇൻ കേരള പദ്ധതി മമ്മൂട്ടി. മെയ്ക്ക് ഇൻ കേരള പദ്ധതി മമ്മൂട്ടി. കേരള വോളിബോൾ മമ്മൂട്ടി.
സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് മമ്മൂട്ടി. കേരള ബാഡ്മിൻ്റൺ സുരേഷ് ഗോപി. കേരള ഹോക്കി സുരേഷ് ഗോപി. കേരള അത്ലറ്റിക്സ് മോഹൻലാൽ. കേരള കൈത്തറി മോഹൻലാൽ. ശുഭയാത്ര പദ്ധതി മോഹൻലാൽ. അതുല്യ പദ്ധതി ദിലീപ്. അടുത്തത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയായിരിക്കും? സ്നേഹപൂർവ്വം, സ്നേഹസ്പർശം, സ്നേഹസ്വാന്തനം. ഇവയിൽ ഏതാണ്? 2 3 1 2 1 3. ഇതിൻ്റെ ആൻസർ വരുന്നത് 1 3 ആണ് കേട്ടോ. സ്നേഹപൂർവ്വവും സ്നേഹസ്വാന്തനവുമാണ്. ഓക്കെ, നമുക്ക് ഈ സ്നേഹപൂർവ്വം പദ്ധതി എന്തിനുള്ളതെന്ന് നോക്കാം. മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിലെത്തുകയും ചെയ്തവരുടെ കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ പഠന സഹായം നൽകുന്നതാണ് സ്നേഹപൂർവ്വം പദ്ധതി. മനസ്സിലായോ? മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിലെത്തുകയും ചെയ്തവരുടെ കുട്ടികൾക്കാണ് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ പഠന സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. മനസ്സിലായല്ലോ? അടുത്ത നമുക്ക് സ്നേഹസ്പർശം പദ്ധതി നോക്കാം കേട്ടോ. സ്നേഹസ്പർശം പദ്ധതി എന്ന് വെച്ചാൽ ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായ അവസ്ഥയിൽ കുടുംബാംഗങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അമ്മമാർക്കുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. എങ്ങനെയാണ്? ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായ അവസ്ഥയിൽ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അമ്മമാർക്കുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് സ്നേഹസ്വാന്തനം പദ്ധതി എന്തിനാന്ന് നോക്കാം. സ്നേഹസാന്ത്വനം പദ്ധതി എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങളിലെ 1 മുതൽ +2 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതാണ് സ്നേഹസ്വാന്തനം. എങ്ങനെയാണ്? എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങളിലെ 1 മുതൽ +2 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതാണ് സ്നേഹസ്വാന്തനം. അടുത്തത് ഭിന്നശേഷിക്കാർക്കായി മേഖല പുനരധിവാസ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. ഭിന്നശേഷിക്കാർക്കായി മേഖല പുനരധിവാസ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് കോഴിക്കോടാണ്. അടുത്തത് ഗാർഹിക പീഡനങ്ങൾ അറിയിക്കാൻ തപാൽ വകുപ്പ് ഏർപ്പെടുത്തുന്ന പദ്ധതി ഏതാണ്? രക്ഷാദൂതാണ് കേട്ടോ. ഗാർഹിക പീഡനങ്ങൾ അറിയിക്കാൻ തപാൽ വകുപ്പ് ഏർപ്പെടുത്തുന്ന പദ്ധതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്താണെന്ന് നിങ്ങൾക്ക് എഴുതി വേണമെങ്കിലും അറിയിക്കാം. അതാണ് രക്ഷാദൂത്. ദൂത് എന്ന് വെച്ചാൽ ദൂതയക്കുക എന്നൊക്കെ പറയത്തില്ലയോ, അതുപോലെ രക്ഷാദൂത്. അടുത്തത് കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത്. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് അല്ലേ? അമ്മത്തൊട്ടിൽ എന്താണ്? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കൽ. ഇതറിയാത്തവരായ ആരും കാണത്തില്ല. അമ്മത്തൊട്ടിൽ ഏതാണ്? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കൽ. അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം അത് നമ്മുടെ കേരളമാണ് കേട്ടോ. കേരളം. അടുത്തത് 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? വയോമിത്രം. വയോമിത്രം. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. അത് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? മരുന്നും മറ്റ് സാധനങ്ങളും മുതിർന്ന പൗരന്മാർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത് ഏതായിരുന്നു? കാരുണ്യ അറ്റ് ഹോം. അത് ശ്രദ്ധിച്ചോണം, മാറിപ്പോവരുത് കേട്ടോ. അടുത്തത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ആണ് കേട്ടോ. മെഡിസെപ്പ്. അതുപോലെ തന്നെ ഈ ലീപ്പ് എന്താണെന്ന് അറിയണ്ടേ? ലീപ്പ് എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് ലീപ്പ്. അങ്ങനെയാണ് കേരള സ്റ്റേറ്റ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാമിൻ്റെ ചുരുക്കപ്പേരാണ് ലീപ്പ്.
ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിരക്ഷരരായവർക്കും നവസാക്ഷരർക്കും മറ്റും തുടർ വിദ്യാഭ്യാസവും ആജീവനാന്ത വിദ്യാഭ്യാസവും നൽകാൻ ഉതകുന്ന വിദ്യാഭ്യാസ യജ്ഞത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ലീപ്പ്. എങ്ങനെയാണ്? നവസാക്ഷരർക്കും നിരക്ഷരരായവർക്കും മറ്റും തുടർ വിദ്യാഭ്യാസവും ആജീവനാന്ത വിദ്യാഭ്യാസവും നൽകാൻ ഉതകുന്ന വിദ്യാഭ്യാസ യജ്ഞത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ലീപ്പ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ആരോഗ്യകിരണം പദ്ധതി എന്താണെന്ന് അറിയണ്ടേ? ആരോഗ്യകിരണം പദ്ധതി എന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. എങ്ങനെയാണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. അതുപോലെ തന്നെ ആശ്വാസകിരണം എന്താണെന്ന് അറിയണ്ടേ? ആശ്വാസകിരണം പദ്ധതി ശാരീരികമായും മാനസികമായും വൈകല്യമുള്ള കിടപ്പിലായ രോഗികളെ അവരുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ പരിചരിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. എങ്ങനെയാണ്? ശാരീരികമായും മാനസികമായും വൈകല്യമുള്ള കിടപ്പിലായ രോഗികളെ അവരുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ പരിചരിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. ഓക്കെ, ഇതോടെ ഞാൻ നിർത്തിയാണ്. ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചായാൽ നിങ്ങൾക്കും പഠിക്കാൻ പാടായിരിക്കും. നിങ്ങളാദ്യം ഈ തന്നിരിക്കുന്നത് പഠിക്കുക. ഓക്കെ, അടുത്ത സെക്ഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഇതിൽ നിന്ന് മാർക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് പഠിക്കണം. ഒന്ന് കേട്ടെങ്കിലും പോകണം. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് നിങ്ങളിത് കേട്ടാലും വേണ്ടൂല. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുക. കാരണം PSCക്കാർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയത്തില്ല. പദ്ധതികൾ തീർച്ചയായിട്ടും കാണും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.